أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് സൂറത്തുൽ കൗസറിലെ 2-ാമത്തെ വചനമാണ്. അർത്ഥം ഇപ്രകാരമാകുന്നു: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ദർസിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ സംഗ്രഹം തുടരുകയാണ്. കഴിഞ്ഞ ദർസിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതായത്, എല്ലാ നബിമാരും വന്നത് ഒരേ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പിന്നെ പ്രവാചകന്മാരിൽ തന്നെ ഉൾപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്ത് പഠിപ്പിച്ചു എന്നതിലല്ല, അത് എങ്ങനെ പഠിപ്പിച്ചു, പഠിപ്പിക്കലിൻ്റെ മികവ് എന്താണ് എന്നതിലാണ് ഇതിനുള്ള ഉത്തരം ഉള്ളത്. നാം വിശുദ്ധ ഖുർആനും മറ്റുള്ള ഗ്രന്ഥങ്ങളും തമ്മിൽ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന്. ശരീഅത്ത് പരിധി ഏതുവരെയാണ്, അല്ലെങ്കിൽ അത് ഏത് കാര്യത്തിലാണ് ആജ്ഞകൾ നൽകുന്നത്, ഏതു കാര്യത്തിലാണ് നൽകാത്തത്, ഇവയെക്കുറിച്ച് എല്ലാം മറ്റുള്ള ഗ്രന്ഥങ്ങൾ മൗനം പാലിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു ശരീഅത്ത് ഉണ്ടായിരിക്കെ മനുഷ്യബുദ്ധിയുടെ ആവശ്യകത, അല്ലെങ്കിൽ മനുഷ്യബുദ്ധി ഉണ്ടായിരിക്കെ ശരീഅത്തിൻ്റെ ആവശ്യകത എന്താണ്? വിഡ്ഢികൾ എല്ലാ കാര്യങ്ങളും മൗലവിമാരോട് ചോദിക്കുന്നു, തൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നില്ല. ഖുർബാനി ചെയ്യുന്നതിന് സംബന്ധിച്ച് ചിലർ ചോദിക്കാറുണ്ട്, ഓരോ മൃഗങ്ങൾക്കും ഓരോ തക്ബീറാണോ ചൊല്ലേണ്ടത്? അപ്പോൾ യഥാർത്ഥ ആലിമായ മൗലവി അവർക്ക് പറഞ്ഞു കൊടുക്കും, എല്ലാത്തിനും ഒരേ തക്ബീർ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ ബുദ്ധിശൂന്യനായ മൗലവി അവരുടെ മേലുള്ള ബഹുമാനം നിലനിർത്തുവാൻ അവർക്ക് പല തക്ബീറുകളും പറഞ്ഞു കൊടുക്കും. പുതിയ പുതിയ ഫത്വകൾ ഇസ്ലാമിൽ ഇല്ലാത്തവ പറഞ്ഞു കൊടുക്കും. ചില സ്ഥലങ്ങളിൽ അവസ്ഥ എന്തെന്നാൽ അവിടങ്ങളിൽ മൗലവി മന്ത്രി ചൂതിയ കത്തികൾ വീട്ടിൽ സൂക്ഷിക്കുന്നു. അവർ ഖുർബാനിക്ക് മുമ്പായി ഒന്നും ചൊല്ലുന്നില്ല. കാരണം അവരുടെ മുല്ലാക്കൾ ആ കത്തിയിൽ മന്ത്രി ചൂതിയത് ആണല്ലോ. ഈ ആചാരം യഹൂദികൾക്കിടയിലുമുണ്ട്. അവരും ഇതുപോലുള്ള കഠാരകൾ സൂക്ഷിക്കുന്നു. ഇസ്ലാം ശരീഅത്തിൻ്റെ തത്വങ്ങളെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഇതിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, മലക്കുകൾ, പ്രവാചകന്മാർ, വിധി, മരണാനന്തര ജീവിതം ഇക്കാര്യങ്ങളും ഉൾപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞത് ആരാധനയാണ്. ഇത് 3 തരത്തിലാണുള്ളത്. ഒന്ന്, അതിൽ ആദ്യത്തേതിൽ നമസ്കാരം പോലെ ആംഗ്യം ഉൾപ്പെടുന്ന ആരാധന. രണ്ടാമത്തേത് ഇബാദത്തെ ദിക്രി, അതായത് ദൈവസ്മരണ പോലെയുള്ള ആരാധന. മൂന്നാമത്തെ വിവേകവും ബുദ്ധിയും ഉപയോഗിച്ചുള്ള ആരാധന. ഇസ്ലാമിക ആരാധനയായ നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് മാന്യതയും ഉദ്ദേശശുദ്ധിയും പ്രയോജനവും ഉൾപ്പെടുന്നതാണ്. ലോകത്തിലെല്ലാ തരക്കാരുടെയും മാന്യതയുടെയും രീതികൾ ഇസ്ലാമിക നമസ്കാരത്തിൽ നമുക്ക് കാണാം. നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് വുളു അഥവാ അംഗശുദ്ധി വരുത്തൽ. ഛിന്ന ഭിന്നമായി കിടക്കുന്ന മനസ്സിലെ ചിന്തകളെ ദൂരീകരിച്ചുകൊണ്ട് ഏകാഗ്രത കൈവരുത്തുവാൻ ഈ വെള്ളത്തുള്ളികൾക്കാവും. കൂടാതെ നമസ്കാരത്തിന് മുമ്പും ശേഷവുമായി നഫലുകൾ വെച്ചിരിക്കുന്നു. അതുപോലെ നമസ്കാരത്തിന് ശേഷം ദിക്റെ ഇലാഹി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. 10 മണിക്ക് പോകാനുള്ള വണ്ടിക്ക് വേണ്ടി നാം 8 മണിക്ക് തന്നെ തയ്യാറാകുന്നു. വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി മുൻകൂട്ടി തന്നെ നോമ്പ് തുറയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള വുളുവും നഫലുകളും സുന്നത്തുകളും ശേഷമുള്ള നമസ്കാരങ്ങളും ഈ ഇടയിലുള്ള ഫർള് നമസ്കാരത്തെ മറ്റുള്ള ചിന്തകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.